orange. ഫ്രൂട്ട് അല്ലടി, ഒരു സ്വീറ്റാ. മുളകിന്റെ ഷേപ്പാണ്. ഞങ്ങള് ഇവിടെ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് ഒരു അപ്സൈഡ് ഡൗൺ ഹൗസ് ഉണ്ട്. അതായത് തലകുത്തി പണിത വീട് ഇവിടെ അടുത്താന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് ജസ്റ്റ് അതോടെ കണ്ടിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിൽ പോകും. എന്നിട്ടൊന്ന് ഫ്രഷ് ആയി വൈകുന്നേരം കാർണിവൽ മാജിക് കാണാം. എനിക്ക് ആ സോപ്പിന്റെ ഹാൻഡ് മെയ്ഡ് ഷോപ്പിന്റെ ആ ഓറഞ്ച് അല്ലിയുടെ ഷേപ്പുള്ളത് കണ്ടിട്ട് ഇപ്പോഴും തിന്നാൻ തോന്നുന്നു. നിന്നെ തിന്നാൻ തോന്നില്ലേ അമ്മയ്ക്ക്? അതുപോലെ ഇനി ഞാൻ എവിടെ പോയാലും റീഗലിലെ ബീഫ് ഫ്രൈ കൊണ്ട് ഞാൻ പോകും. ഒരു ചെറിയ പ്ലേറ്റും എന്നിട്ട് അവനുള്ള ഹോട്ടൽ റൂം ചൂസ് ചെയ്യും. എന്നിട്ട് ചൂടാക്കും, കഴിക്കും. വേണം ഞാൻ കുറച്ച് ചോറും ഫ്രോസൺ ചെയ്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ചോറിലാണ്. നീ ഹാറ്റ് പുറത്ത് ചൂടുള്ളപ്പോ വെക്കില്ല, ഉള്ളില് AC ഇരിക്കുമ്പോഴാണോ നീ? എനിക്ക് വേണ്ട, നീ തിന്നോ, AC കഴിച്ചോ. ഇതെന്നത് ബിരിയാണിയാണോ? AC പോലെ ക്യൂട്ട് ആണല്ലോ. ഫിഫിയില് പോയപ്പോ സുവനൈസ് മേടിച്ച കൂട്ടത്തില് ഒക്കെ ഒരു കുഞ്ഞി ആനേനെ ഇഷ്ടപ്പെട്ടു. അത് മേടിച്ചിപ്പോ പോകുമ്പോഴൊക്കെ അതും കൂടെ കൊണ്ടുനടക്കണം. ഇത് നമ്മുടെ ചന്ദ്രകുട ബാഗ്. അതെ, അല്ല എയർപോർട്ടില് ഇങ്ങനെ എന്താ പറയാ, എളുപ്പത്തിന് ഇങ്ങനെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തുള്ള ബാഗ് കൊണ്ടുവരുന്ന ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പൊ നല്ല കൺവീനിയന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ റിജോട് പറഞ്ഞു ക്രോസ് ബാഗ് ഒരെണ്ണം മേടിക്കുവാണെങ്കിൽ നല്ലതാ. അപ്പൊ ക്രോസ് ബാഗ് ഓൾറെഡി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ക്രോസ് ബാഗ് അല്ല, ഇങ്ങനെ കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയത്. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ മീൻസ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു ചന്ദ്രക്കല പോലെ കിടക്കണ വായിക്കുന്നു. കണ്ടോ, അത് കാണിച്ചു തന്നെ കണ്ടോ, ചന്ദ്രക്കല പോലെ കിടക്കണത്. അമ്മയ്ക്ക് ഇതിൽ തരുമോ? ഇല്ലേ? അമ്മയ്ക്ക് വേണം. അമ്മയ്ക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആണോ? എന്നാ ഇപ്പൊ വേണം പ്ലീസ്. ഇത് തരുമോ? അമ്മയ്ക്ക് ഇതാ ഇഷ്ടം. എന്തൊരു അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ പൊള്ളണ ടേസ്റ്റാണ്, ഇവിടെ പൊള്ളണ ടേസ്റ്റ് ഇല്ല. ഇഷ്ടമാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് അമ്മിക്കാ. ഇത് അമ്മയ്ക്കല്ല, അത് അമ്മിക്കാ. അമ്മിക്കാണോ? അമ്മിക്ക് കൊടുക്കും. താങ്ക് യു ഈസൽ. നീ കഴിക്കട്ടെ കുറച്ച് കഴിച്ചു. ബ്ലൂ കളർ
Cheers. അടിക്കണ്ട. അങ്ങോട്ടോ ഇവരൊന്നും ഷുഗർ അല്ല വൈകുന്നു, വേറൊന്നും സാധനം വൈകുന്നത്. അതായത് കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നം വരാതിരിക്കാൻ ഹോട്ടലിലെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ക്രീമി. പഞ്ചസാരക്ക് വരാൻ ക്രീമി വാ ബ്ലൂ കളറ്. വിച്ച് മീൻസ് 6 റിയാൽ. ഇത് ക്ലോസ് ചെയ്ത കുറച്ച് വെള്ളം കുടിച്ചോ. സൂക്ഷേ വെള്ള ചുണ്ട കുപ്പിയുടെ ഉള്ളിലിടണം, അങ്ങനെ വേണം കുടിക്കാൻ. അങ്ങനെ അതിനോട് മൊത്തം ഇട്ട് മൂക്കിക്കൂടെ കാണാൻ. കയറ്റി വെച്ചിട്ട് പിന്നെ ചക്കര ഗ്ലാസ് ഒന്നും ഇല്ല. എന്തോ പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ വയറ് ഫുള്ളായതുകൊണ്ടാന്ന് തോന്നുന്നു. അത് കുറച്ച് മേടിച്ചോണ്ട് പോവാ. നീ ഇത് കഴിക്കുമല്ലേ? അപ്പൊ അമ്മി കടിക്കും. ഒന്നോടെ തായ് മസാജിന് പോണം. ഇന്നലെ ഓയിലില്ലണ്ട, ഒന്നോടെ ഓയിലൊക്കെ ഇട്ട് അവര് പപ്പടം മറച്ചിട്ട് പോലെ ഒരാളുള്ളൂ. ശരിക്കുണ്ടല്ലോ അവിടെ ഹസ്ബൻഡും വൈഫ് ഒരുമിച്ച് കയറണം. അല്ല നമ്മുടെ അങ്ങനെയല്ലേ, 2 ഉണ്ട്, 2 കട്ടിലുണ്ട്. അതിൽ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച്. അപ്പൊ എന്നോട് ചെന്നപ്പോ ചോദിച്ചു ഹസ്ബൻഡ് എവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയൊരു സാധനം ഉണ്ട്, അതിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കയറാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കേ. ഈ സാധനത്തിന് 1 മണിക്കൂർ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറ് അടുത്ത ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഈ കൈ ഓയിലൊന്നും ഇടാണ്ട് ചുമ്മാ തിരുമേൽ ഭയങ്കര ഹാർഡല്ലേ. നിങ്ങളുടെ കയ്യോ ഭയങ്കര, ശരിക്കും സമ്മതിക്കണം കേട്ടോ, ഭയങ്കര എനർജറ്റിക് ആയിട്ട്. തായ് മസാജ് ചെയ്യുന്നവർ മാത്രമല്ല, ഈ മസാജിങ് നമ്മുടെ നാട്ടില് ചെയ്യുന്നവരാണെങ്കിലും അവരവരുടെ ഫുൾ എനർജി എടുത്തിട്ടാണ് നമ്മുടെ ആ ഒരു ഇതെല്ലാം മൊത്തവും നീർക്കെട്ടും അതൊക്കെ അങ്ങ് ഉടച്ച് വിടും. ഞാൻ നാട്ടിലെ ആയുർവേദ മസാജ് ചെയ്തിട്ട് എനിക്ക് പിന്നെ നീർക്കെട്ട് വന്നായിരുന്നു. അതിന് പിന്നെ ഒന്ന് ഖത്തറിൽ തായ് മസാജ് ട്രൈ ചെയ്തതാണ്. അവിടെ ഈ ഷോൾഡറിന്റെ ഈ ഒരു ഹാഫ് ബോഡി മസാജിനായി എത്രയായി? 90 റിയാൽ. ഇവിടെ 2 പേർക്ക് ഫുൾ ബോഡി മസാജ് 100 റിയാൽ. കാലിന്റെ നമ്മുടെ ഉപ്പൂറ്റി മുതല് ഇങ്ങനെ ഞങ്ങൾ വേണ്ട അപ്സൈഡ് ഡൗൺ ഹൗസിലെത്തി. ഹായ്. അതൊന്നും വേണ്ടല്ലോ, നമുക്ക് അപ്സൈഡ് ഡൗൺ ഹൗസിൽ കയറി മാത്രം പറയാം. അത് മതി മതി. അവിടെ സ്റ്റെപ്പാ. വാട്ടർ അപ്പടയില് കൊടുത്തേരെ, വെള്ളം അപ്പടയില് കൊടുക്ക, അല്ലാതെ തിന്നു നീ. സൂക്ഷിച്ചിറങ്ങ. എന്ത് ഫോൺ അതിനകത്ത് എന്താ?
എങ്ങനെ സ്ക്രൂ ചെയ്താവോ? ഈ വീട്ടില് എല്ലാം തലതിരിഞ്ഞതാ. വേണ്ട, കട്ടിലൊക്കെ തലതിരിഞ്ഞത്. ഇത് കമ്പ്യൂട്ടർ ഡെസ്ക്. നമ്മള് ഇങ്ങനെ നിന്ന് തൊട്ടിട്ട് സാധാരണ പോലെ ഫോട്ടോ എടുക്കാം. എന്നിട്ട് ഫോൺ മീൻസ് ആ എടുത്ത ഫോട്ടോ തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ടേൺ ആയിട്ട് തോന്നുന്നു. എവിടെ പോണ്ടേ? ഫസ്റ്റ് ഫ്ലോറിൽ പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാം. അപ്സര ഇല്ല, അവിടെ പോയില്ല. ഇത് ടെഡ്ഡി ബിയർ. ബെഡ്, ഏസിൽ ബെഡ്. ഏസിൽ പിടിച്ചോ ബെഡില്. ഏസിലെ ഫോട്ടോ എടുത്തപ്പോ ഓക്കേ. ഇങ്ങനെ തൊട്ട് നമ്മള് ആ പ്രൊഡക്റ്റില് എന്തെങ്കിലും അതില് തൊട്ടാ മതി. തൊട്ട് ഏസിൽ തൊട്ടേ തൊടുക, കട്ടിലെ തൊട്ടേ. എന്നിട്ട് ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഫോൺ നേരെ തിരിക്കുക. ആ എടുത്ത ഫോട്ടോ ഉൾട്ടയാക്കുക. അപ്പൊ നമ്മൾ അത് ഇങ്ങനെ തലകുത്തി പിടിച്ചേക്കണ പോലെ നമുക്ക് തോന്നും. അങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത്. എടുത്ത് കാണിച്ചു. നമുക്ക് മേളിൽ പോവാം. വാ, കം കം. ഏസിന്റെ തൊപ്പി ഇവിടെ. അതെ, തൊപ്പി. കേറി പോ. Go. Let's going down. Downstairs. ഇതല്ല downstairs. Downstairs. Downstairs ആണ് ഏറ്റവും മേളില്. ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ടേക്ക ഡൗൺസ്റ്റെയർ. ഓട്ടോറിക്ഷയിൽ എങ്ങനെ നമ്മൾ തൊടുക? ഡേഞ്ചറസ്. ഗ്ലാസ് പിടിച്ചു. ഗ്ലാസ് ഓക്കെ. നീ കാണുന്നൊക്കെ തൊട്ടോ. ഓക്കെ. പോർച്ചാണ്. ഐസൽ പോലെ. You wanna go?
ഓക്കെ ഓക്കെ ഓക്കെ. ബൈ. ഇവിടെ സ്റ്റെപ്പ് മാത്രം പ്രോപ്പറാ, ബാക്കി എല്ലാം നമ്മളിനി സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് നമ്മളത് സെക്കൻഡ് ഫ്ലോറായി. സെക്കൻഡ് ഫ്ലോർ, അതായത് ഏറ്റവും സെക്കൻഡ് ഫ്ലോർ. അതെ, സെക്കൻഡ് ഫ്ലോറിൽ. ഫസ്റ്റ് ഫ്ലോർ. ടി വി നോക്കി, ടി വി തലകുത്തി കിടക്കണു തന്നെ കണ്ടോ? ടി വി ഫോണ് ഒക്കെ തലകുത്തി കിടക്കണം. എടി പെണ്ണ, ഞാൻ പിടിക്കാം. അത് വീണതെ മൂക്ക് കൊണ്ട് ആയി നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ വേറെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ചൂടപ്പം നൈസിലോട്ട് നിൽക്കാൻ പറ്റും. ആളെ പിടിച്ചോട്ടോ. ബൈ ബൈ. തായ് ഭാഷയില് താങ്ക് യു പറയണേ. വെൽക്കം എങ്ങനെയാ പറയണേ? അല്ല വെൽക്കം സ്വാതിക, സാരിക, കോപ്പങ്ക. നീ ഒരു തായ്ക്കുട്ടിയായിരിക്കുന്നു. ആശിച്ച് പഠിപ്പിച്ചതാ. പിസ്സാഹട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞത്? പിസ്സാഹട്ടിൽ പോയിട്ട് ഇത് പെട്ടെന്ന് കോപ്പൻ മറന്നു. ഈ കപ്പക്കാന്നായി പോയി. കപ്പക്ക ഇവള് പാലിന് പറയണതാ. കപ്പക്ക പുള്ളിക്കാരി ഉടനെ തിരുത്തി പറഞ്ഞു. 10 o'clock, yeah. It's me to pick you up. Oh, okay. Perfect. That's good luck, brother. Luck. നാളെ ചേട്ടനെ ഞങ്ങൾ സിറ്റി ടൂർ. ഇത് ഫിനിഷ് ആക്കിയോ? ഫിനിഷ് ആക്കി. ഏസിലിന് ഇത് മേടിക്കണോ? ഖത്തറില് ഏസിലിന് ഇത് ഇഷ്ടമായോ? നൈസ് ആണത്. സ്ട്രോബെറി ജ്യൂസ് ചോദിക്കാം നമുക്ക് സാധാരണ സ്ട്രോബെറി ജ്യൂസ് ഒക്കെ നമുക്ക് കൊടുക്കുന്ന സ്ട്രോബെറി ജ്യൂസ് എല്ലാം മിൽക്ക് ആഡ് ചെയ്തിട്ടാ. എന്താ അങ്ങനെ നിക്കണോ? പാടി കള്ളി പെണ്ണ നീ പാട്. പാടിക്കേ. അമ്മി പാടാം. ഈ ബോഡി കള്ളി ചുമ്മാ അടവ്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട് ഗോ. എന്താ ഇതിന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അഭ്യാസം കാണിക്കാണ്ട് പഠിക്കേസു.
ചുഞ്ഞാന അപ്പൊ ഫോട്ടോ എടുക്കട്ടെ. കൈ ഇങ്ങനെ വെക്കും പിന്നെ. അപ്പൊ പോർട്രേറ്റിൽ ഫോട്ടോ ഈ കൈ ദിസ് ഹാൻഡ് നൈസ് ആയിട്ട് എടുത്തരാം. അപ്പൊ നല്ല ഫോട്ടോ എടുത്തരാം. ഓക്കെ അപ്പ കൈ പിടിക്കാം. അമ്മിക്കൈയില് അമ്മയും പിടിച്ചോ. അമ്മി അനങ്ങാതിരിക്കടി. ഈ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അപ്പൊ ഫോട്ടോ എടുക്കട്ടെ. അമ്മ പിടിച്ചു തരാം. ഓക്കെ പിടിക്കാം.